ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കവിളുകൾ തുടുക്കാനും വണ്ണം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഡെയിലി കൊടുത്താൽ ഉറപ്പായിട്ടും നല്ലൊരു മാറ്റം തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് കുടിക്കുക. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒന്നും കഴിക്കരുത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു ഷെയ്ക്കായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ദിവസവും കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല കാര്യമായ മാറ്റം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. പഴം നിങ്ങൾക്ക് നേന്ത്രപ്പഴം, ചെറിയ പഴം, ഏത് പഴം വേണമെങ്കിലും എടുക്കുക. അത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പഴം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. നേന്ത്രപ്പഴം ആണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓട്സ് ആണ്. ഓട്സ് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. അത് വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനും എല്ലാം സഹായിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടാക്കേണ്ട മെത്തേഡ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമാണ് കേട്ടോ. ഓട്സ് വെയിറ്റ് ലോസിനല്ലേ എന്ന് വിചാരിക്കേണ്ട. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാനൊരു 5 ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തത്. പിന്നെ ഇത് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, ഇങ്ങനെയുള്ള നട്ട്സ് ഉണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5 ബദാമും 5 അണ്ടിപ്പരിപ്പുമാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കൊക്കോ പൗഡറാണ് കേട്ടോ. കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് നൽകുന്ന ഒരു സാധനം. അതൊരു ടീസ്പൂണോളം ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ബാർ വാങ്ങാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതി. അതൊരു 4 പീസെല്ലാം ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ശർക്കര ആഡ് ചെയ്യുക, കൽക്കണ്ടം ആഡ് ചെയ്യുക, പനക്കൽക്കണ്ടം ഒക്കെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കൽക്കണ്ടാണ് ആഡ് ചെയ്തത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. നമ്മൾ ഡെയിലി ഒരുപാട് ഈ ഷുഗർ ഇട്ട് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, പക്ഷെ തടിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നമില്ല, ഷുഗർ ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ യൂസ് ചെയ്യുക. പക്ഷേ ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പനക്കൽക്കണ്ടോ അങ്ങനെ വല്ലത് യൂസ് ചെയ്യുന്നതാണ് മധുരത്തിന് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേന് വേണമെങ്കിൽ യൂസ് ചെയ്യുക. പക്ഷേ തടിക്കാൻ വേണ്ടി ചെയ്യുന്നതാകുമ്പോൾ പഞ്ചസാരയാണ് നല്ലത്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച പാലാണ്. തിളപ്പിച്ച പാൽ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പാട മാറ്റിക്കളയാൻ പാടില്ല. അത് പാടയോടുകൂടി തന്നെ ഇട്ടാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടൂ. അപ്പോൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസിൻ്റെ 1 ഗ്ലാസ്സാണ് ഞാൻ തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ജ്യൂസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഗസ്റ്റിന് വരെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളെല്ലാം ഇത് ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇത് കൊടുത്താൽ അവരെന്തായാലും കുടിച്ചോളും. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദിവസവും നിങ്ങളിത് ഓരോരോ ഗ്ലാസ് കുടിക്കുകയെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചോക്ലേറ്റ് എല്ലാം നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ഗെയിനിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ്, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.